ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമുക്ക് ജീവൻ നൽകുന്ന സ്നേഹഭോജ്യമാണ് വിശുദ്ധ കുർബാന. തന്നോട് ചേർന്നു നിൽക്കുന്ന ഓരോ ആത്മാക്കളും തന്നിൽ ജീവൻ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച ദൈവം ആ വലിയ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമായി നമുക്ക് വേണ്ടി സ്ഥാപിച്ച മഹത്തായ രഹസ്യമാണ് അത്. പിതാവിൽ നിന്നും പുത്രനായ ദൈവം പൂർണ്ണത നേടുന്നത് പോലെ ദിവ്യകാരുണ്യത്തിലൂടെ ഓരോ ആത്മാക്കളും പൂർണ്ണരായി മാറുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്കായി നൽകാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിനോടും ദിവ്യകാരുണ്യത്തോടും കൂടുതൽ അടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ലാളിത്യം സ്വന്തമാക്കുവാനായി നാം അവിടുത്തോട് തീർച്ചയായും പ്രാർത്ഥിക്കണം. നമ്മെ മിശിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹരഹസ്യമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഒരുപക്ഷെ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ദൈവിക സ്നേഹപൂർണതയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ നമ്മെ കാത്തിരിക്കുന്നത്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മെനഞ്ഞെടുത്ത ഓരോ ആത്മാക്കളെയും തന്നിലേക്ക് ചേർക്കുവാനായി അവരെക്കാൾ ചെറുതാകുവാൻ തിരുമനസ്സായ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹപാരമ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുവനും ആ സ്നേഹത്തിൽ നിന്ന് അകലുക സാധ്യമല്ല. കലർപ്പില്ലാത്ത ആ സ്നേഹത്തിൻ്റെ ഭാഗമായി തീർന്ന നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ ഈ ലോകത്തെ കീഴടക്കുവാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം 6ാം ക്ലാസ്സേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ മുതൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, എനിക്കൊരു വിശുദ്ധനാകണം. ആ ആഗ്രഹങ്ങളിൽ കുറഞ്ഞ് മറ്റൊരു ആഗ്രഹവും എനിക്കില്ല. അപ്പം 6ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ പഠിത്തം നിർത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കൊരു വിശുദ്ധനാകാൻ പറ്റിയല്ലോ. ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ്, വിശുദ്ധരൊക്കെ വൈദികരോ കന്യാസ്ത്രീകളോ മാത്രമേ വിശുദ്ധരാകാൻ സാധിക്കുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ചിന്തയായിരുന്നു. അപ്പം 6ാം ക്ലാസ്സുകാരനെ ആരും അച്ഛനാക്കിയല്ലോ, അപ്പോൾ എനിക്ക് വിശുദ്ധനാകാൻ പറ്റിയല്ലോ. അങ്ങനെ വിഷമിച്ചിരുന്ന് എൻ്റെ പഠിത്തമൊക്കെ നിർത്തി ഞാൻ വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാണ് ഞാൻ വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിശുദ്ധരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശുദ്ധരെക്കുറിച്ച് 2-3 ബോധ്യങ്ങൾ കിട്ടി. ആ ബോധ്യങ്ങൾ ഇതാണ്. ഒന്ന്, വിശുദ്ധരെല്ലാം പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചിരുന്നവരാ. ഏത് വിശുദ്ധരെ എടുത്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെല്ലാം പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചിരുന്നു. ഞാൻ ഓർക്കുന്ന വിശുദ്ധ പാദ്രോപ്പിയയുടെ വാക്കുകളാകട്ടെ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്. വിശുദ്ധ പാദ്രോപ്പിയ പറയാണ്, വിശുദ്ധ കുർബാനയില്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം വിശുദ്ധ പാദ്രോപ്പിയ പറയുന്നത് ഞാൻ ഓർക്കുന്നത്, ആ കാലഘട്ടങ്ങളിൽ കറണ്ട് കെട്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അരമണിക്കൂർ കറണ്ട് കെട്ടൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ അരമണിക്കൂർ പോലും നമുക്ക് ബുദ്ധിമുട്ടായി കറണ്ട് വെളിച്ചമില്ലാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ പാത്രോപ്പിയോ പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശരിക്കും ഗ്രഹിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യം സാധിക്കും. അദ്ദേഹം പറയാണ്, വെളിച്ചമില്ലെങ്കിലും ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും, പക്ഷേ പരിശുദ്ധ കുർബാന ഇല്ലാതെ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റിയാലെന്നാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വർഷങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. അത് അത്ഭുതകരമായ രീതിയിലാണ് ദൈവം നയിക്കുന്നത്. ഞാനൊരിക്കൽ ഓർക്കുന്നു, എൻ്റെ ഇടവകയിലേക്ക് ഞാൻ കുർബാനയ്ക്കായിട്ട് പോവുക. എൻ്റെ ഇടവകയിൽ കുർബാന 6:30. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിയുന്നത് അവിടെ കുർബാനയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അച്ഛൻ അതിൻ്റെ കാര്യം പറഞ്ഞതാണ്, അന്ന് അവിടെ മുസ്ലിം ലീഗ് പിള്ളേർ കുറേ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അച്ഛനും പിള്ളേരും കൂടെ നേരം വെളുക്കോളം കപ്പ വാട്ടിക്കൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോൾ കറണ്ടില്ല, അച്ഛന് കുളിക്കാൻ വെള്ളമില്ല. അപ്പം അതുകൊണ്ട് കുർബാനയില്ല മോനെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എനിക്ക് അടുത്ത പള്ളി വാഴവര എന്ന് പറഞ്ഞൊരു പള്ളിയാണ്.
അങ്ങോട്ട് വാഴവര എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് പോകണ ഏതാണ്ട് 6 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഈ 6 കിലോമീറ്റർ യാത്ര ചെയ്ത് വാഴവര ചെന്നിട്ട് കുർബാന ന്യായമായിട്ട് തീരേണ്ട സമയമാകും. എൻ്റെ മനസ്സിൽ നിന്നൊരു ബോധ്യം കിട്ടുവാണ്, നീ ഓടിക്കോളാനാണ് പറയുന്നത്. ഞാൻ റോഡേ അല്ലാതെ പറമ്പുകൾക്കൂടെ ഓടി ഞാൻ വാടവരയെ പള്ളിയിൽ ചെന്നപ്പോഴാണ് ഞാനൊരു സംഭവം അറിയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞാണ് അന്നാ പെസഹ തുടങ്ങുന്നത്. കാരണം കുർബാനയുടെ തുടക്കം വാടവരയിൽ പോയി എനിക്ക് തോന്നുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈശോയാണ്. ഈശോയോട് ചേർന്ന് പോയി കഴിയുമ്പം ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നു, ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ആത്മാക്കളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും ദൗർബല്യം കൊണ്ടുള്ള വീഴ്ചയിൽ നിന്നും അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുക എന്നതുമാണ്. ഏറ്റവും സ്നേഹത്തോടെയും ആരാധനയോടെയും ആത്മവിശ്വാസത്തോടെയും ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ അച്ചാരമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. അനുദിന ജീവിതത്തിൻ്റെ ഭൗതിക വ്യഗ്രതകളിൽ അകപ്പെട്ട് ഏറെ പാപസാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ദിവ്യകാരുണ്യം നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ ഓരോ ദിവസവും ജീവിക്കുന്നതിന് ദിവ്യകാരുണ്യ ഈശോ നമ്മെ സഹായിക്കുന്നു. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം നമുക്ക് നൽകുന്ന അനുഗ്രഹം അളവില്ലാത്തതാണ്. പാപത്തിൻ്റെ കറകളും ഭാരങ്ങളുമില്ലാതെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് ആയിരിക്കുവാൻ അവിടുത്തെ അനന്ത കാരുണ്യം നമ്മെ അനുവദിക്കുന്നു. ഈ കുർബാനയിൽ ഇത്രയേറെ കാര്യങ്ങളുണ്ട്. ഈ കുർബാന എന്ന ഈ ഒരു ശക്തി, ഈ കുർബാന എന്ന ഒരു ഇതില്ലെങ്കിൽ തങ്കച്ചൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി പോലും ആകുകയില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരു 10-12ഓളം പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. 3-4 പുസ്തകങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും എഴുതിയൊരു പുസ്തകമുണ്ട്. എന്നെ ഏറ്റവും ആഴമായിട്ട് ചിന്തിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായി. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു പുസ്തകം ഞാൻ എഴുതിയത്, അത് ഈ പാലായിൽ ധ്യാനം കൂടാൻ വന്ന ഒരു വ്യക്തി ഈ കുർബാനയുടെ ഈ പുസ്തകം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് സൗദാമിനി എന്ന് പറഞ്ഞ ഒരു നേഴ്സിന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ്, ഈ പുസ്തകം നീ വായിച്ച് നിനക്കിതിലൂടെ എന്തെങ്കിലും പ്രയോജനം കിട്ടും. ഈ സൗദാമിനി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് ഇന്നലെ വരെയും എന്നെ സാധാരണ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഈ സൗദാമിനി പറയുന്ന ഇതാണ്, പരിശുദ്ധ കുർബാന ഈ പുസ്തകം വായിച്ച പിന്നെ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം ഈ പരിശുദ്ധ കുർബാന എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും കുർബാന അനുഭവിച്ചറിയുന്നതും കുർബാനയെക്കുറിച്ച് അറിവുമായിട്ട് ഒത്തിരി മാറ്റമുണ്ട്. അറിവെന്ന് പറയുമ്പോൾ നമുക്ക് പൂർവികരിലൂടെ കിട്ടിയ അറിവുകൾ. ഇപ്പോൾ കുർബാന എന്താണ്, കുർബാന ശ്രേഷ്ഠമായ ഏറ്റവും വലിയ പ്രാർത്ഥനയും ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു പോലും പറയും പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ശക്തി, പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് പറയും. പക്ഷേ ഈ കുർബാന നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പം വിശുദ്ധരൊക്കെ പറഞ്ഞത്, അപ്പം ഞാൻ ഈ കുർബാനയെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിന് അനുഭവത്തിലേക്ക് കിടന്നത്. കുർബാനയെക്കുറിച്ച് ഓരോ വിശുദ്ധരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണ് ഈ കുർബാന. ജോൺ മരിയ വിയാനി പറയുന്നു, വിശുദ്ധ കുർബാന എന്താണെന്ന് സത്യത്തിൽ അറിഞ്ഞാൽ നമ്മൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി, ഈ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുർബാനയിലേക്ക് അടുത്ത് കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ അത്ഭുതങ്ങൾ നമ്മളെ വഴി നടത്തും. മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുന്നു, ഇത് ഒരു അനുദിന ഭോജ്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വല്ലപ്പോഴും മാത്രം സ്വീകരിക്കുന്നു? ദിനവും നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാൻ കഴിവുള്ളവനെ ദിവസവും സ്വീകരിക്കുക. എന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലാകട്ടെ നിങ്ങളുടെ ജീവിതം. ഒരുവന് അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അർഹതയില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ സ്വീകരിക്കുവാനും അവൻ അർഹനല്ല. മിശിഹായുടെ ശരീരമാക്കി തീർത്ത് എന്നെ നിത്യജീവനിലേക്കുയർത്തുന്ന ദിവ്യകാരുണ്യം, അനുദിന ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ പ്രത്യാശ നൽകി എന്നെ പരിപാലിക്കുന്ന ദിവ്യകാരുണ്യം,
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിത്യജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പം. ഈ വലിയ ദൈവിക രഹസ്യം എനിക്ക് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യവും കാരുണ്യവും ആശ്വാസവും പകർന്നു നൽകുന്നുണ്ടോ? നമുക്ക് മുൻപേ നടന്ന വിശുദ്ധാത്മാക്കളുടെ മാതൃക പോലെ ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു, പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി, നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ ഈശോ കാത്തിരിക്കും. എനിക്കൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ യേശു കാത്തിരിക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയേ,
ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. തൻ്റെ അനന്യമായ സ്നേഹപ്രകാശനമായ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വളർത്തുന്നതിനായുള്ള അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതിന് ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളുമുണ്ട്. ദൈവത്തിൻ്റെ സവിശേഷമായ രക്ഷാകര ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ ഓരോ കാലത്തും വിശ്വാസത്തിലേക്ക് ദൈവജനം കൂടുതലായി അടുക്കുവാനും അകലുവാനും ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്തിട്ടുള്ളതായി കാണാം. ഏറെ കയറ്റിറക്കങ്ങളിലൂടെയാണ് വ്യക്തിപരമായും സാമൂഹികമായും എക്കാലവും മനുഷ്യൻ ഉറച്ച വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 15-16 നൂറ്റാണ്ടുകളിൽ ഏറെ കത്തോലിക്കരെ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ കാരണമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനങ്ങൾ ഉദാഹരണങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരു കർഷകനിലൂടെ ജർമ്മനിയിലെ ഏർഡിങ്ങിൽ ഈശോ പ്രവർത്തിച്ച ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഒട്ടേറെ പേരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കാരണമായി മാറി. വിശ്വാസിയെങ്കിലും ഏറെ പോരായ്മകളും ശരിയായ ബോധ്യങ്ങളുടെ അഭാവവും ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനെ തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള മഹത്തായ ഒരത്ഭുതത്തിന് കാരണക്കാരനായി തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി വിസ്മയനീയമാണ്. ഈ ദേവാലയത്തിന്റെ ചുവരുകളിലും ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലും ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് പ്രസ്തുത സംഭവങ്ങളുടെ തുടക്കം. അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന വളരെ ധനികനായ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് അസൂയയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഖസുഭിക്ഷമായ ജീവിതവും തന്റെ ദാരിദ്ര്യവും ഈ പാവപ്പെട്ട മനുഷ്യനെ വേദനിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം ആ ധനികനായ വ്യക്തിയോട് ചോദിച്ചു, ഇതിനു പിന്നിലുള്ള കാരണം എന്താണ്? ധനികനായ വ്യക്തി പറഞ്ഞു, അതിനു പിന്നിലൊരു രഹസ്യമുണ്ട്. കൃഷിക്കാരനായ ആ മനുഷ്യനെ കബളിപ്പിക്കുന്നതിനായി അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാനൊരു വാഴ്ത്തിയ തിരുവോസ്തി സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. ആ കർഷകൻ അത് കേട്ട് ഒരു തിരുവോസ്തി തനിക്കായും സ്വന്തമാക്കുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ തൻ്റെ ദാരിദ്ര്യം നീങ്ങി താനും പണക്കാരനാകുമെന്നയാൾ വിചാരിച്ചു. ഏഡിംഗ് ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അദ്ദേഹം ഒരു തിരുവോസ്തി സ്വന്തമാക്കി ഈശോയുടെ തിരുശരീരം ഒരു തൂവാലയിൽ പൊതിഞ്ഞ് അദ്ദേഹം തൻ്റെ പോക്കറ്റിലിട്ടു. ഏഡിങ്ങിൽ നിന്ന് ദേവാലയമൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അയാൾ പോയി. അവിടെ വെച്ച് തൻ്റെ തൂവാലയിൽ നിന്ന് തിരുവോസ്തി പുറത്തെടുക്കുവാൻ ശ്രമിച്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് മുകളിലേക്കുയർന്നു. പിന്നീട് നിലത്തെവിടെയോ അപ്രത്യക്ഷമായി. ഇത് അദ്ദേഹത്തെ തികച്ചും അത്ഭുത പരതന്ത്രനാക്കി. അദ്ദേഹം സ്ഥലത്തെ മെത്രാന്റെ അടുത്തെത്തി നടന്ന കാര്യങ്ങൾ മുഴുവൻ അറിയിച്ചു. അദ്ദേഹം ഈ സ്ഥലത്തെത്തിയപ്പോൾ തിരുവോസ്തി വീണ്ടും വായുവിൽ ഉയർന്ന് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് മണ്ണിൽ അപ്രത്യക്ഷമായി. ഇത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ഒരു ദേവാലയം പണിയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയുണ്ടായി. അങ്ങനെ ദിവ്യകാരുണ്യത്തോടുള്ള പ്രത്യേക ഭക്തിസൂചകമായി ഇവിടെ ഈ ദേവാലയം നിർമ്മിക്കപ്പെടുകയും വിശ്വാസികൾ ധാരാളം ഇവിടെ എത്തി യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ഇവിടെ എത്തി ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത് അവിടുത്തെ പദ്ധതിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം അത്ഭുതങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. ഒരു അത്ഭുതം നടന്നു എന്നതുകൊണ്ട് മാത്രം വിശ്വാസികളുടെ പരസ്യ വണക്കത്തിനായി സഭ അനുവാദം നൽകണമെന്നില്ല. നാം പലപ്പോഴും കേൾക്കാറുള്ള സംഭവമാണ്
മാതാവ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠപ്പെട്ടു എന്നുള്ളത്. പലരും മാതാവിനെ കാണാനായി ആ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ചിലരെല്ലാം വീണ്ടും കാണുന്നു, എന്നാൽ മറ്റു ചിലർ കാണുന്നില്ല. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വാസികളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനുള്ള കടമ സഭയ്ക്കുണ്ട്. ഇവിടെ നാം കാണുന്നത് ആ മനുഷ്യൻ രൂപതയുടെ അധികാരിയായ മെത്രാനെ സമീപിക്കുന്നതാണ്. അദ്ദേഹമാണ് ഇവിടെ ദേവാലയം പണിയുന്നതിനുള്ള അധികാരം നൽകുന്നത്. അങ്ങനെ സഭയുടെ ഔദ്യോഗിക അംഗീകാരവും ഈ അത്ഭുതത്തിന് ലഭിക്കുന്നു. അതിനുശേഷം സിക്സ്റ്റൂസ് നാലാമൻ പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ദണ്ഡവിമോചനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്കറിയാവുന്നതാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടി വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്നീ ജപങ്ങളും ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ചതിനു ശേഷം ഈ ദേവാലയം സന്ദർശിക്കുന്നവർക്കാണ് ദണ്ഡവിമോചനം ലഭിക്കുന്നത്. അതിനാൽ നാം നിൽക്കുന്ന ഈ സ്ഥലം അത്ഭുതം നടന്ന സ്ഥലമെന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്കു ശേഷം ഇവിടെ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തി വളർന്നു വന്നു. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി ഈശോയുടെ തിരുരക്തത്തെ വണങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ ദേവാലയം പിന്നീട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ദേവാലയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഈ അത്ഭുതം നടന്ന് 200 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തി ഇവിടെ വളർന്നു വന്നു. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈശോയുടെ തിരുശരീരത്തെയും രക്തത്തെയും ആരാധിക്കുന്നതിനായി ഇവിടെ എത്തി. ദണ്ഡവിമോചനം ലഭിക്കുന്നതിനുള്ള മാർഗം കൂടിയായിരുന്നു അത്. അങ്ങനെ ഇത് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറി. ആ സമയങ്ങളിലിവിടെ ഒരു ദിവസം 10 വിശുദ്ധ കുർബാനകൾ വരെയുണ്ടായിരുന്നു. ഇത് എത്ര അതിശയകരമായിരിക്കുന്നു എന്ന് നോക്കുക. ദൈവത്തിൻ്റെ മഹനീയ പദ്ധതികൾ എത്ര സ്തുതിച്ചാലും മതി വരാത്തതാണ്. ദൈവത്തിനറിയാം നാം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. നാം ഇത് തിരിച്ചറിയുന്നില്ലെങ്കിലും സംഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും അവിടുന്ന് നമ്മെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഇവിടെ അവിടുന്ന് ഉപയോഗിച്ചത് ഈ പാവപ്പെട്ട കർഷകനെയാണ് എന്ന് മാത്രം. ഇവിടെ ആ മനുഷ്യൻ തൻ്റെ അയൽക്കാരനോടുള്ള അസൂയ മൂലമാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും മനുഷ്യനിലുള്ള തിന്മയെപ്പോലും നന്മയ്ക്കുള്ള ഉപകരണമാക്കി മാറ്റുന്ന അവിടുത്തെ മഹാജ്ഞാനം എത്രയോ ശ്രേഷ്ഠമാണ്. നാം എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസൂയയ്ക്കും മറ്റ് തിന്മകൾക്കും അടിമകളാണ്. എന്നാൽ ദൈവത്തിന് വളരെ വലിയ അനുഗ്രഹങ്ങളാക്കി അവയെ മാറ്റുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനാണ്. അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണ്. ചിലരെങ്കിലും പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ദേവാലയത്തിൽ ഈശോയുടെ തിരുശരീരം മാത്രമേ നൽകുന്നുള്ളൂ, തിരുരക്തം നൽകുന്നില്ല എന്ന്. തിരുവചനങ്ങളും ദൈവത്തിൻ്റെ അനന്യമായ ശക്തിയും അറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്? എല്ലാ അത്ഭുതങ്ങളിലും നാം കാണുന്നതുപോലെ ഈശോയുടെ തിരുശരീരത്തിൽ നിന്ന് തിരുരക്തം വേറിട്ടെടുക്കാവുന്ന ഒന്നല്ല. ഈ അത്ഭുതത്തിലും തിരുശരീരം തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വിശ്വാസികളെ വളർത്തിയില്ലേ? അവിടുത്തെ ശരീരമുള്ളിടത്ത് രക്തവുമുണ്ട്. കാരണം ദിവ്യകാരുണ്യം ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്, കേവലം ക്രിസ്തുവിൻ്റെ ശരീരഭാഗമല്ല. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് അവിടുത്തെ സ്നേഹം പങ്കുവച്ച് ത്യാഗത്തിലും വേദനയിലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് രൂപപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്വന്തം സമൂഹമാണ് തിരുസഭ. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നിസ്വാർത്ഥമായ ദൈവസ്നേഹം പങ്കുവച്ചു വളർന്ന ആ കൂട്ടായ്മകളിൽ വ്യത്യസ്തമായ ചില ആശയങ്ങൾ ഉടലെടുത്തു. തെറ്റായ പഠനങ്ങളും നേതൃത്വങ്ങളും വഴിയായി ചില സമൂഹങ്ങൾ തന്നെ വേർപിരിയുവാൻ കാരണമായി. 15-16 നൂറ്റാണ്ടുകളിലായി നടന്ന പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റങ്ങൾ ഏറെ വേദനാജനകമായിരുന്നു. വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളും വിശ്വാസത്തിൽ ഉറപ്പുമില്ലാത്ത ഏറെ പേർ തെറ്റായ വഴിയിലൂടെ നയിക്കപ്പെടുവാൻ അത് കാരണമായി. ഇത്തരം വിശ്വാസവിരുദ്ധ പഠനങ്ങൾക്കും ഏറെ തെറ്റിദ്ധാരണകൾക്കും മധ്യേയായിരുന്നു
ജർമ്മനിയിലെ ഏഡിങ്ങിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത്. ഏറെ പേർക്ക് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ശക്തി പകർന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈശോയുടെ തിരുരക്തത്തിൻ്റെ തിരുശേഷിപ്പാണ്. ഇതാണ് തിരുരക്ത ദേവാലയമെന്ന് ഈ ദേവാലയത്തിന് പേരിടുന്നതിനുള്ള കാരണം. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഈ തിരുശേഷിപ്പിനെ ആരാധിക്കുവാനും വണങ്ങുവാനും എത്തുന്നവരാണ്. ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഞങ്ങൾ കണ്ടതും കേട്ടതും അടുത്തറിഞ്ഞതുമായ ഒന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള വരികളുള്ള ഒരു ഗാനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തീഷ്ണതയോടെ സഭയിൽ പിടിച്ചു നിന്നവർ ദിവസം 10 വിശുദ്ധ കുർബാന വരെ അർപ്പിക്കപ്പെടുന്ന ഈ ദേവാലയത്തിലേക്ക് വരി വരിയായി നടന്നു വന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കാണിക്കുന്നുണ്ട്. പാപമോചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരിയുവാൻ നാം അതിയായ ശ്രദ്ധ കാണിക്കണം. അത് നമ്മുടെ ആത്മീയ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമാണ്. ഇതാണ് ഈ അത്ഭുതം നമുക്ക് നൽകുന്ന സാക്ഷ്യം. നാം തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത ബവേറിയയിലെ ജനങ്ങളുടെ ഇന്നും ക്ഷയിക്കാത്ത വിശ്വാസ തീക്ഷ്ണതയാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലഘട്ടത്തിലും കാൽവിൻ തൻ്റെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചപ്പോഴും 2 ലോകമഹായുദ്ധങ്ങളുടെ കാലത്തും ഇവിടുത്തെ ജനങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. സഭയോട് അവർ വിശ്വസ്തയോടെ ചേർന്നു നിന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നാം ഈശോയെ കുറ്റപ്പെടുത്തുകയാണോ അതോ ഈശോയുടെ അടുത്തേക്ക് സഹായത്തിനായി ഓടി അണയുകയാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലും ഈശോയെ ഉപേക്ഷിച്ചു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ നിമിഷം വിഷമത്തോടെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ശരീരവും ഹൃദയവും തകർക്കപ്പെട്ട അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് ജീവനേകുവാനായി അപ്പമായി തീർന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിത വ്യഗ്രതകളിലും സുഖമോഹങ്ങളിലും അകപ്പെട്ട് അങ്ങയുടെ സ്നേഹത്തെ വിസ്മരിച്ച നിമിഷങ്ങളെ ഓർത്ത് ഹൃദയപൂർവ്വം ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ അതിലംഘിക്കുന്ന കാരുണ്യമായി ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്ങയോട് ചേർന്ന് ശിഷ്ടജീവിതം നയിക്കുവാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു.